ഹലോ, എല്ലാവരും പെരുന്നാളൊക്കെ കഴിഞ്ഞിരിക്കുകയായിരിക്കും അല്ലേ. അപ്പോൾ ഇനി ഈസ്റ്റർ, വിഷു അതിനൊക്കെയുള്ള തയ്യാറെടുപ്പായിരിക്കും. ഈസ്റ്റർ വിഷുവിനൊക്കെ നല്ല വെറൈറ്റി ഫുഡുകളൊക്കെ ഉണ്ടാവുമെന്ന് ഉറപ്പാണ്. അപ്പോൾ അതിൽ ഉൾപ്പെടുത്താൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണത് പനീർ കൊണ്ടാട്ടം ബിരിയാണി. എല്ലാവരും തീർച്ചയായും അതിനകത്ത് ട്രൈ ചെയ്യണം. ഞാനൊരു 400 ഗ്രാം പനീറിലാണ് ഞാനിതിപ്പോൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇതുപോലെ ചെറുതായിട്ട് സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുക്കുക. സൈസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെറുതും വലുതൊക്കെ ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇത് മാരിനേറ്റ് ചെയ്യണം. അതിന് വേണ്ടി വെളുത്തുള്ളി, ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇതിനെ പേസ്റ്റാക്കി മാറ്റണം കേട്ടോ. അപ്പം അതിന് വേണ്ടി തൊലിയൊക്കെ കളഞ്ഞ് നന്നായി എടുത്തിട്ടുണ്ട്. ഇഞ്ചി അതുപോലെ തന്നെ തൊലിയൊക്കെ കളഞ്ഞാൽ നീറ്റാക്കി എടുക്കുന്നുണ്ട്. ഒരു ചെറിയ ഗ്രൈൻഡറിലിട്ട് ഞാനത് പേസ്റ്റാക്കി മാറ്റാൻ പോവാണ്. കുറച്ച് വെള്ളം അതിനകത്ത് ചേർക്കുന്നുണ്ട് കേട്ടോ. വെള്ളം കുറച്ച് കൂടുതൽ എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മൾ മാരിനേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എക്സ്ട്രാ വെള്ളം ചേർക്കുന്നില്ല. രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് മാരിനേറ്റ് ചെയ്യാം. സ്വല്പം വിനെഗർ ചേർക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് പിടിപ്പിക്കുക. പനീറിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് പിടിപ്പിക്കുക. 1 മണിക്കൂർ ഞാനിത് മാറ്റി വെച്ചിരുന്നു. ഉപ്പ് ഒക്കെ ടെസ്റ്റ് ചെയ്യുക. ഓക്കെയാണ്, എല്ലാം ഓക്കെയാണ്. ഞാനത് മാറ്റി വെക്കാം. ചെറുള്ളിയിലാണ് നമ്മളിത് മസാല തയ്യാറാക്കുന്നത്. സവാള, തക്കാളി ഒന്നും ഉപയോഗിക്കില്ല. അപ്പോൾ ചെറുള്ളി ഒരു 250-300 ഗ്രാമിൻ്റെ അടുത്ത് ഞാൻ എടുത്തിരുന്നു കേട്ടോ. അപ്പോൾ മസാല കൂടുതൽ ആവശ്യമുള്ളവർക്ക് അതിനനുസരിച്ച് എടുക്കുക. തൊലിയൊക്കെ കളഞ്ഞ് നന്നാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനൊന്ന് ക്ലീൻ ചെയ്ത് നന്നായിട്ട് എടുത്തിട്ട് ചെറുതാക്കി അരിഞ്ഞെടുക്കണം. അരിഞ്ഞെടുക്കാം. ജീരശാല റൈസാണ് ഞാൻ ഉപയോഗിച്ചിരുന്നത്. അത് 1 ഗ്ലാസ് റൈസാണ് കേട്ടോ. അപ്പോൾ അത് സോക്ക് ചെയ്യാൻ വെക്കണം. നന്നായിട്ട് 2-3 വട്ടമൊക്കെ കഴുകി ക്ലീനാക്കിയിട്ട് വെള്ളമൊഴിച്ച് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പനീറും ഏകദേശം 1 മണിക്കൂർ ആയിട്ടുണ്ട്. അപ്പോൾ ഒരു പാനിലോട്ട് ഓയിലൊഴിച്ച് പനീർ ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. പനീർ ഫ്രൈ ചെയ്ത് ചുമ്മാ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ കണ്ടീഷനിൽ തിരിച്ചു മറിച്ചൊക്കെ നന്നായിട്ട് 2 വശവും നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഏകദേശം ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെക്കാം.
നല്ല എരിവുള്ള ഉണക്കമുളക് കുറച്ച് നമുക്ക് ക്രഷ് ചെയ്തെടുക്കണം കേട്ടോ. ഞാൻ ഗുണ്ടൂർ ചില്ലി എന്ന് പറഞ്ഞൊരു മുളക് നല്ല എരിവുള്ളതാണ്, അതാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. അതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. അത് മാറ്റി വെക്കാം. ഉള്ളിയുടെ കൂടെ ഒരു 3-4 പച്ചമുളക് കീറിയിടണം, അതുപോലെ നെടുനീളം തന്നെ അത്യാവശ്യമുള്ള പച്ചമുളക്, ശകലം വെളുത്തുള്ളി ഇഞ്ചിയും കൂടി നമുക്ക് ക്രഷ് ചെയ്യണം കേട്ടോ. ഇത് മസാലയ്ക്ക് വേണ്ടിയാണ് കേട്ടോ, ബിരിയാണി മസാലയ്ക്ക് വേണ്ടി. അതിൽ വെള്ളം ചേർക്കരുത്, പേസ്റ്റ് ആക്കരുത്, സാധാരണ രീതിയിൽ ക്രഷ് ചെയ്തെടുക്കുക. റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി പനീർ പൊരിച്ചെടുത്ത് നമ്മുടെ പാനില്ലേ, അതേ പാനിലോട്ട് ഇതിനെ ആഡ് ചെയ്ത് കൊടുക്കുക. ഒന്ന് വഴറ്റിയെടുക്കണം. ഓയിൽ കുറവായിരുന്നു, ഞാനപ്പോൾ കുറച്ച് ഓയിലും കൂടി അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾ നോക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്യാം. ഏകദേശം വഴറ്റി നല്ല മണക്ക് വന്നു കൊടുക്കുമ്പോൾ ഉള്ളി ആഡ് ചെയ്യുക. ഉള്ളിയും പച്ചമുളകും കൂടി അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് വഴറ്റണം കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടിയാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ. ഇതിൽ വേറെ ഒന്നും ചേർക്കുന്നില്ല. പിന്നെ നേരത്തെ നമ്മൾ പനീർ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മസാല ഉണ്ടല്ലോ, അത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് മിക്സ് ചെയ്തിട്ട് അതും കൂടെ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ടൊന്ന് ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയിട്ട് ക്രഷ്ഡ് ചില്ലി ഒരു 2 ടീസ്പൂൺ ഇപ്പം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബാക്കി നമുക്ക് മാറ്റി വെക്കണം. ടൊമാറ്റോ സോസ് ഇതൊരു മെയിൻ ഐറ്റമാണ്. ഇതൊരു 2 ടീസ്പൂൺ ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിനെല്ലാം കൂടി ഒന്ന് കമ്പൈൻ ചെയ്യാനായിട്ട് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പൊക്കെ കറക്റ്റാണെന്ന് നോക്കുക. ഉപ്പ് കുറവാണ്, ഞാനപ്പോൾ കുറച്ച് ഉപ്പും കൂടി അതിനകത്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ക്രഷ്ഡ് ചില്ലിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് ഇടാൻ കുറച്ച് നമുക്ക് മാറ്റി വെക്കണം കേട്ടോ, ഫുൾ ആഡ് ചെയ്തത്. വിനെഗർ, അത് ടൊമാറ്റോ സോസ് ആഡ് ചെയ്യുമ്പോൾ ചില സമയത്ത് കുറച്ച് മധുരം കൂടുതൽ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അതിനെ ഈക്വൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു മുടിയിൽ വിനെഗറും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി വറുത്ത് വെച്ചിരിക്കുന്ന പനീർ, നല്ല ടേസ്റ്റുള്ള പനീർ അതിനകത്ത് ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ബാക്കിയുള്ള ക്രഷ്ഡ് ചില്ലിയും കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ നമ്മളെ ബിരിയാണി മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ഐറ്റം കൂടി ഇതിനകത്ത് ചേർക്കാനുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അതും കൂടി ചേർക്കാം. നല്ല ടേസ്റ്റുള്ള മസാല ആയിട്ടുണ്ട്. മണം തൊണ്ട് തന്നെ അറിയാൻ പറ്റും നമുക്ക്. ഇനി ഫൈനലായിട്ടാണ് ഇതിനകത്ത് ചേർക്കാനുള്ളത് മല്ലിയില. ഇതും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്താൽ നമ്മൾ ബിരിയാണി മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് അടുത്തായിട്ട് റൈസ് റെഡിയാക്കാൻ പോവാണ്. ജസ്റ്റ് ഒന്ന് ആവി കയറ്റിയിട്ട് നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ജീരശാല റൈസ് കുതിർത്തെടുത്തത് ഒന്ന് വാറ്റാൻ വെച്ചിരുന്നു കേട്ടോ.
അപ്പോൾ അത് നന്നായിട്ട് ഡ്രൈ വന്നിട്ടുണ്ട്. ഒരു കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയും കൂടി നമുക്ക് വീണ്ടും ക്രഷ് ചെയ്തെടുക്കണം കേട്ടോ. അത് റൈസിന് വേണ്ടിയിട്ടുള്ളതാണ്. ഒരു ഗ്ലാസ് ജീരകശാല ആയതുകൊണ്ട് 1.5 ഗ്ലാസ് വെള്ളം അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതൊന്ന് നമുക്ക് ചൂടാക്കി എടുക്കാം. വെള്ളം ചൂടാവട്ടെ. അപ്പോൾ ബിരിയാണി പോട്ട് റെഡിയാക്കണം. നമുക്ക് അതൊന്ന് ചൂടാക്കി എടുക്കണം. പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഇത്. അപ്പോൾ ഗീ ആഡ് ചെയ്യാണ്. ഗീയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ആഡ് ചെയ്യുക. ആദ്യം ആഡ് ചെയ്ത് ലാസ്റ്റ് ദമ്മിടുമ്പോൾ ഞാൻ തീരെ ആഡ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. കുറച്ച് ഓയിലും കൂടെ അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ബിരിയാണി മസാല നോർമൽ തക്കോലം, ജീരകം, കറുകപ്പട്ട, ക്ലൗസ് എല്ലാം കൂടിയിട്ട് നോർമലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നില്ല, അതെല്ലാം കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു ചെറിയ സവാള നീളത്തിലരിഞ്ഞതും കൂടി. ഈ സവാളയുടെ കളറ് മാറരുത്. അതിന് മുമ്പ് തന്നെ നമുക്ക് അടുത്ത പ്രോസസ്സിലോട്ട് പോകണം. അപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചതും കൂടി അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുക. അണ്ടിപ്പരിപ്പ്, മുന്തിരി ആഡ് ചെയ്ത് കൊടുക്കുക. റൈസ് അതിനകത്ത് ആഡ് ചെയ്തെടുക്കുക. കുതിർത്ത് വെച്ചിരിക്കുന്ന റൈസ് ആഡ് ചെയ്യാണ്. ഒന്ന് വറുത്തെടുക്കുക അതിനകത്തേക്ക്. ഇത് പൊട്ടില്ല. അരി ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ചോറ് പൊട്ടാതെ കിട്ടുന്നൊക്കെ കേട്ടോണ്ട് ചെയ്തതാണ്. പക്ഷെ അത് കറക്റ്റായിരുന്നു കേട്ടോ, പൊട്ടാതെ കിട്ടുന്നുണ്ട്. വെള്ളം ഏകദേശം ചൂടായി വന്നിട്ടുണ്ട്. അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക അതിനകത്തേക്ക്. ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. പൈനാപ്പിൾ എസൻസ് എനിക്കിഷ്ടമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർ ആഡ് ചെയ്യുക, ഇഷ്ടമില്ലെങ്കിൽ ആഡ് ചെയ്യണ്ട. പക്ഷെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അത് ആഡ് ചെയ്യുമ്പോൾ. ഇല്ലെങ്കിൽ പൈനാപ്പിൾ പീസസ് മുറിച്ചിട്ടാലും മതി. ബിരിയാണി എസൻസ് ചേർത്താൽ നല്ല മണമായിരിക്കും. അതും ഒരു ശകലം ഒരു മൂടിയിലെടുത്ത് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് പാടുള്ളൂ കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചെറുനാരങ്ങ നീര് ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മൂടി വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് വേവിക്കാം. ചോറൊക്കെ പെട്ടെന്ന് ആവുമല്ലോ. ആയി വന്നിട്ടുണ്ട്. വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, ഇത് വെന്ത് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റ്, നല്ല മണമൊക്കെ ഏകദേശം വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ല മണം ബിരിയാണിയുടെ. അപ്പോൾ കുറച്ച് നേരം ഞാൻ ആവി കയറ്റിയിരുന്നു. ഫൈനൽ സ്റ്റേജിലോട്ട് കിടക്കാം. കുറച്ച് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളൊരു കുറച്ച് ഗീയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിനകത്തേക്ക്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മസാല ഞാൻ കുറച്ച് മസാല ഞാൻ മാറ്റി വെച്ചിരുന്നു കേട്ടോ, ഞാൻ വേറെ എന്തെങ്കിലും കൂട്ടി കഴിക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലധികം കാണിക്കുന്നില്ല. പക്ഷെ അത് നല്ല ടേസ്റ്റ്, നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അതിന് ചോറും കൂടി ഇതിനകത്തേക്ക് മേലെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് മല്ലിയിലയും കൂടി. അണ്ടിപ്പരിപ്പ്, മുന്തിരിയൊക്കെ നമ്മൾ നേരത്തെ ആഡ് ചെയ്തിരുന്നതുകൊണ്ട് ഇപ്പോൾ ആഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ എസെൻസുകളൊക്കെ ഉള്ളതുകൊണ്ട് നല്ല ബിരിയാണിയുടെ ആ ഒരു ടേസ്റ്റും എല്ലാം ഇത് ഓൾറെഡി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റും ഒക്കെ വന്നിട്ടുണ്ട്. കളറൊന്നും ഇതിനകത്ത് ഞാൻ ചേർക്കുന്നില്ല. അപ്പോൾ നമ്മളെ ബിരിയാണി കുറച്ച് ആവിയും കൂടി കയറ്റി ഫ്ലെയിം ഓഫ് ചെയ്യുക. വിഷു ഈസ്റ്റർ സ്പെഷ്യൽ പനീർ കൊണ്ടാട്ടം ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ടെസ്റ്റ് ഓൾറെഡി ചെയ്ത് നല്ല അടിപൊളി, നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്യണം. വീട്ടിലാരെങ്കിലുമൊക്കെ വന്ന് നമ്മൾ ഉണ്ടാക്കി കൊടുത്താൽ എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നല്ല അടിപൊളി വാവുമായിരുന്നു ടേസ്റ്റ്, നല്ല രസമായിരുന്നു. അപ്പോൾ ഇനി ഇതുപോലുള്ള നല്ല വീഡിയോസിൽ നമുക്ക് കാണാം. താങ്ക് യു വെരി മച്ച്.